നമസ്കാരം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ ഇപ്പോഴും എപ്പോഴും വേട്ടക്കാർക്കൊപ്പമാണെന്ന് ഒന്നുകൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറഞ്ഞതെല്ലാം പൊള്ളയാണെന്നാണ് സർക്കാർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇക്കാര്യം ഹൈക്കോടതിയെ നാളെ അറിയിക്കുകയും ചെയ്യും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ലെന്നാണ് സർക്കാർ നിലപാട്. അന്വേഷണം CBIക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും കോടതിയിൽ അറിയിക്കും. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം വിശ്വസിക്കുന്നില്ലെന്നും കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമുണ്ടെന്നും മഞ്ജുഷ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഹർജി നിരത്തുന്ന കാര്യങ്ങൾ ആഴ്ചകളായി കേരളം ചർച്ച ചെയ്യുന്നവയാണ്. പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല. തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റി. CCTV ദൃശ്യങ്ങൾ പോലും സമാഹരിച്ചില്ല എന്നിങ്ങനെ ഈ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിനും പോലീസിനും കഴിയാത്ത അവസ്ഥയിലുമാണ്. എന്നാൽ CBI അന്വേഷണം വന്നാൽ അത് ദിവ്യയ്ക്കും പ്രശാന്തനും കണ്ണൂർ കളക്ടർക്കും ഉൾപ്പെടെ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് സർക്കാർ അതിനെ എതിർത്തതും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായക തെളിവുകളായ CCTV ദൃശ്യങ്ങളും പ്രതികളുടെ കോൾ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. പ്രധാനമായും കണ്ണൂർ കളക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടത്. പ്രധാന സാക്ഷി ജില്ലാ കളക്ടർ പ്രതി PP ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും സൂക്ഷിക്കണമെന്ന് കുടുംബം കണ്ണൂർ കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുടുംബം ഹർജിയുമായി രംഗത്തെത്തിയത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. മരണം നടന്ന 40 ദിവസം കഴിഞ്ഞിട്ടും എങ്ങും എത്താത്ത അന്വേഷണവും ജാമ്യത്തിലിറങ്ങിയ പ്രതി CPM നേതാവും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യയ്ക്ക് ജാമ്യത്തിലിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണവും നവീൻ ബാബുവിനെതിരായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ നൽകിയ മൊഴിയുമൊക്കെ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ലെന്ന ബോധ്യത്തിലേക്ക് കുടുംബത്തെ എത്തിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ സംശയം തോന്നാൻ നേരത്തെ തന്നെ കാരണങ്ങളുമുണ്ടായിരുന്നു. കണ്ണൂരിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ബന്ധുക്കളോ കുടുംബം നിയോഗിച്ച ആരെങ്കിലുമോ എത്തും മുമ്പ് പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും പൂർത്തീകരിച്ചതിലെ തിടുക്കം തന്നെയാണ് പ്രധാന വിഷയം. അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആ വഴിക്ക് നീക്കമുണ്ടായതായി അറിയില്ല. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള ദിവ്യയ്ക്ക് കിട്ടുന്ന പ്രത്യേക പരിചരണം മാത്രമല്ല, കളക്ടർ അരുൺ പോലീസിന് നൽകിയ മൊഴിയും ഈ സംശയത്തിന് ബലമേറ്റുന്നുണ്ട്. മാത്രമല്ല, ഇത്ര ദിവസത്തിനുള്ളിൽ യാതൊരു തരത്തിലുമുള്ള അന്വേഷണവും അവിടെ നടന്നില്ല. തെളിവ് നിർമ്മിക്കപ്പെടലാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി കൊടുത്തപ്പോൾ ഇടുപിടി എന്നുള്ള രീതിയിൽ അവർ TV പ്രശാന്തന്റെയും കണ്ണൂർ കളക്ടറുടെയും ഒക്കെ മൊഴി വീണ്ടും എടുത്തത്. CBI എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SIT നടത്തിയ അന്വേഷണം പോലും പ്രഹസനമാണെന്ന് തെളിയുകയും സർക്കാരിനത് അഭിമാനക്ഷതമേൽക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ വിഷയം ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാകുന്ന രീതിയിൽ തന്നെ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവരും ദിവസം പ്രതി നവീൻ ബാബുവിന്റെ കാര്യം സംസാരിക്കുന്നു. പല പല പുതിയ തെളിവുകളും വസ്തുതകളും ഒക്കെ പുറത്തു വരുന്നു. ഇതെല്ലാം തന്നെ വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി സംജാതമാകുന്നുണ്ട്. അതെല്ലാം മാറ്റിവെച്ചാണ് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ SIT എന്നുള്ളൊരു പ്രഹസന അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. അവർ വിചാരിച്ച പോലെ തന്നെ ദിവ്യയുടെ അറസ്റ്റും പിന്നീട് ജാമ്യത്തിലിറങ്ങലും കൂടിയോ ആയതോടെ
ഈ അന്വേഷണം പാതി നിലച്ച മട്ടായിരുന്നു. ഇതിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ട, അതായത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ട തെളിവുകളെല്ലാം തന്നെ ഈ സംഘം നിർമ്മിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതി നാളെ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പ്രസക്തമായ വിഷയമാണ്. നന്ദി.